നമ്മുടെ തെറ്റാലിയിൽ ഒരു സ്ഥാപനം കൂടി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തനിമ എന്ന ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. എല്ലാവരെയും ഈ സംരംഭത്തിൽ നിങ്ങളിവിടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ സംരംഭം നന്നായി പോകാൻ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും സഹായവും സഹകരണവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുഭവത്തോട് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്ന ബിനാം ബഷീർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളും അവിടെ ഒരു ലൈവ് ഒക്കെ കാണാറുണ്ട്. ഇതിപ്പോ നമുക്ക് നിങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തുന്ന ബഹ്റൈനിൽ ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന ഒരു ശതകോടീശ്വരൻ തന്നെ ഞങ്ങൾ പോയി. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഹോട്ടലുകളാണല്ലോ മിക്ക സ്ഥലങ്ങളിലും തുടങ്ങുന്നത്. അപ്പൊ എല്ലാവരും ഭക്ഷണപ്രിയരാണല്ലോ നമ്മുടെ നാട്ടുകാർ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ്? നാടൻ ഫുഡാണ് ഇവര് കൺസിഡറേറ്റ് ചെയ്തേക്കണേ. എന്താ പറയാ, ഒരു സംരംഭം വിജയത്തിൽ എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഞങ്ങളുടെയൊക്കെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റാണ് ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇന്നത്തെ നമ്മുടെ ഈ ഹോട്ടലിനെ കുറിച്ച് ഇന്നത്തെ ഉദ്ഘാടന വേളയിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മള് മനുഷ്യരുടെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭക്ഷണ സംസ്കാരം തന്നെ മാറിയിരിക്കുന്ന കാലഘട്ടമാണ്. തിരക്കിന്റെ ജീവിതത്തിലുള്ള എല്ലാ സാധനവും ഹോട്ടലിനെ ആശ്രയിക്കാവുന്ന സംഭവത്തിലേക്ക് എത്തിയിരുന്നു. ഇപ്പൊ തെറ്റാലിയിലത്തെ ഇപ്പൊ പുതുതായിട്ട് ആരംഭിച്ചിരിക്കുന്ന അനിമ റെസ്റ്റോറന്റ് ഞാനിവിടുന്ന് കണ്ടിടത്തോളം ഏറ്റവും നന്നായിട്ട് അതിനൊരു സൗകര്യങ്ങളും കിച്ചൺ ഉൾപ്പെടെ പാർക്കിംഗ് ഉൾപ്പെടെ നല്ലൊരു ഏരിയ നല്ല രീതിയിൽ നമുക്ക് കണ്ടിട്ട് മനസ്സിലാവും. എന്തായാലും നല്ല രീതിയിൽ കച്ചവടം ഇവിടെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു 3 പേര് കൂടി അതാണ് പറഞ്ഞത്. ഇതെല്ലാം നമ്മളെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ജീവിക്കാനുള്ള ഒരു പുറപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നത്. ഹോട്ടൽ വ്യവസായം എന്ന് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ചും ഗ്യാസ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ, ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം. സ്വാഭാവികമായിട്ടും സാധാരണക്കാരന് ഹോട്ടലിൽ വന്നാൽ വില നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഹോട്ടൽ ജീവനക്കാരന് വൈകിട്ടാവുമ്പോൾ അവർക്ക് എന്ത് ബാക്കി കിട്ടുന്നു? അവർക്ക് എല്ലാ ചെലവും കഴിഞ്ഞ് കിട്ടേണ്ട ഒരു ഇതുണ്ട്. അപ്പൊ പ്രത്യേകിച്ചും 2-3 പേര് കൂടി തുടങ്ങുന്ന ഈ സംരംഭം നാട്ടുകാരായ ജനങ്ങൾ കൂടി അതിന് വിജയിപ്പിച്ചെടുത്ത് അവരെ സംരംഭത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നാട്ടുകാരുടെ സഹകരണം തന്നെ വേണം. തീർച്ചയായിട്ടും അതിനെ എല്ലാവരും സഹകരിക്കണമെന്നുമാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത്.